ബഡ്ജറ്റും ബഡ്ജറ്റിങ്ങും ആൻഡ് ബഡ്ജറ്ററി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു പാരഗ്രാഫ് ആയിട്ടാണ് കേട്ടോ ഇവിടെ തന്നത്. അപ്പം നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഡിഫറൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ലൈൻസ് ആയിട്ട് വേണമെങ്കിലും എഴുതാം കേട്ടോ. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ പ്ലാനാണ്. ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ പ്രിപ്പയറിങ് ഓഫ് ബഡ്ജറ്റിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് പറയുന്നത്. പിന്നെ ബഡ്ജറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോൾ പർപ്പസ് ആകുമ്പം അതെന്താവും? ബഡ്ജറ്ററി കൺട്രോൾ ആവും. അതാണ് ഫസ്റ്റത്തെ ഡിഫറൻസ്. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞത്? ഒരു പ്ലാൻ ആണെന്ന് പറഞ്ഞ്. ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ പ്രിപ്പയറിങ് ഓഫ് ബഡ്ജറ്റിനെയാണ് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതെന്താവും? ബഡ്ജറ്ററി കൺട്രോൾ ആവും. അതാണ് ഫസ്റ്റത്തെ ഡിഫറൻസിൽ വരുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് ബഡ്ജറ്റ് ഈസ് എ മീൻസ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീൻസ് ആണ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ചാൽ അതിൻ്റെ എൻഡ് റിസൾട്ടാണ്. ബഡ്ജറ്റാണ് ഫസ്റ്റ് വരുന്നത്. ബഡ്ജറ്റിംഗ് എന്താ വരുന്നത്? ബഡ്ജറ്റ് കഴിഞ്ഞിട്ടാണ് ബഡ്ജറ്റിംഗ് വരുന്നത്. ഇൻ ബഡ്ജറ്റിംഗ് സൈക്കിൾ അതാണ് പറഞ്ഞത്. ബഡ്ജറ്റ് കംസ് ഫസ്റ്റ് ആൻഡ് ബഡ്ജറ്റിംഗ് ഫോളോസ് ദ ബഡ്ജറ്റ് ഇൻ ദ സൈക്കിൾ ഓഫ് പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് മെക്കാനിസം. അതായത് ബഡ്ജറ്റാണ് ഫസ്റ്റ് വരിക, അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരിക? ബഡ്ജറ്റിംഗ് വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്ന ഡിഫറൻസ്, ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു വൈഡാണ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ബഡ്ജറ്ററി കൺട്രോൾ ബട്ട് ഓൾസോ ബഡ്ജറ്റ്. ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ വൈഡ് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ബഡ്ജറ്ററി കൺട്രോളിനും ബഡ്ജറ്റിനും എന്ത് സ്കോപ്പാണ് ഉള്ളത്? വൈഡ് അല്ലാത്ത സ്കോപ്പാണ്. അതായത് സ്മോൾ സ്കോപ്പാണ്, ലിമിറ്റഡ് സ്കോപ്പാണ് കേട്ടോ. മറ്റേതാണ് വൈഡ് സ്കോപ്പ്. ആ ബഡ്ജറ്റിങ് തന്നെ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ബഡ്ജറ്ററി കൺട്രോൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. പക്ഷേ ബഡ്ജറ്ററി കൺട്രോൾ മാത്രമല്ല ബഡ്ജറ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ ബഡ്ജറ്ററി കൺട്രോളിനെയും ബഡ്ജറ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇതാണ് ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ. ബഡ്ജറ്റിങ്ങിനാണ് വൈഡ് സ്കോപ്പ്, മറ്റേതൊക്കെ ലിമിറ്റഡ് സ്കോപ്പാണ്. പിന്നെ ബഡ്ജറ്ററി കൺട്രോൾ ഇൻവോൾവ്സ് പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, പ്ലാനിങ് ആൻഡ് യൂസിങ് ഓഫ് budgetary control involves preparation of budget and comparison of actual performance and taking corrective action to improve the efficiency. അതായത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? ബഡ്ജറ്റ് ഉണ്ടാക്കിയും അതേപോലെ ഉണ്ടാക്കിയ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന വെച്ചാൽ എന്താ? സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതിനാണ്. അതും പിന്നെ നമ്മൾ ആക്ച്വലായിട്ട് ശരിക്കും വരുന്ന പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ്, അതെങ്ങനെയാണ് അത്രയും വ്യത്യാസം വന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് ഈസ് ഡൺ മെയിൻ ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ബഡ്ജറ്റിംഗ് ആരാണ് ചെയ്യുന്നത്? ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ ബഡ്ജറ്ററി കൺട്രോൾ ആരാണ് ചെയ്യുന്നത്? മിഡിൽ മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ റോലാൻഡും ഹാറും ഒരു ഡിഫറൻസ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ദ ഡിഫറൻസ് എമംഗ് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ദസ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബഡ്ജറ്റ് ആർ ദ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവാണ് ബഡ്ജറ്റ്. അപ്പോൾ ബഡ്ജറ്റിംഗ് എന്താണ്? വേറാസ് ബഡ്ജറ്റ് മേ ബി സെഡ് ആസ് ദ ആക്ട് ഓഫ് ബിൽഡിംഗ് ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക? ബഡ്ജറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ബഡ്ജറ്ററി കൺട്രോൾ എന്താണ്? ബഡ്ജറ്ററി കൺട്രോൾ എംബ്രൈസസ് ഓൾ ദിസ് ആൻഡ് ഇൻ അഡീഷൻ includes the science of planning the budget themselves and utilizing of such budget to affect overall management tool for business planning and control. അപ്പോൾ ബഡ്ജറ്ററി കൺട്രോൾ എന്താണ്? ഈ രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ എങ്ങനെയാണ് നല്ലൊരു രീതിയിൽ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ആ ബിസിനസ്സിൻ്റെ ഓവറോൾ മാനേജ്മെൻറ്റിനെ എങ്ങനെയാണ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക, അതുവഴി ബിസിനസ് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നതും കൂടി ബഡ്ജറ്ററി കൺട്രോളിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു പ്ലാനാണ്. ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് പ്ലാനിങ് ആണ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ചാൽ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു പ്ലാൻ, അത് പ്ലാനിങ്ങിനാണ്. എങ്ങനെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നതിനാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ചാൽ ആ പ്ലാൻ നടപ്പിലാക്കുന്നതും ആ പ്ലാനിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് വരികയാണെങ്കിൽ ആ ഡീവിയേഷൻസ് കൺട്രോൾ ചെയ്തിട്ട് ആ പ്ലാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയും. അപ്പോൾ ബഡ്ജറ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് ആണ് ഇതൊക്കെ ഇതിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് എസെൻഷ്യൽസ് ഓഫ് എഫക്റ്റീവ് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. അപ്പം 8 എണ്ണമാണ് മെയിനായിട്ടുള്ള എസെൻഷ്യൽസ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രീ റിക്വസിറ്റ്സ് എന്നൊക്കെ പറയാം കേട്ടോ. ഇതൊക്കെ അതിൻ്റെ തന്നെയാണ് ഉള്ളത്. അപ്പം അതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ.
ഫസ്റ്റ് സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻ്റ് ആണ് ഫസ്റ്റത്തത്. സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റിൽ പറയുന്നത് എന്താണ്? ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഷുഡ് ഹാവ് ഫുൾ സപ്പോർട്ട് ആൻഡ് wholehearted cooperation of every member in organization. In this regard, the initiative must come ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ്. അതായത് നല്ല രീതിയിലൊരു ബഡ്ജറ്ററി കൺട്രോൾ വേണമെങ്കിൽ എന്താണ്? ഫുൾ സപ്പോർട്ട് വേണം, മാനേജ്മെൻറ്റ് ഫുൾ സപ്പോർട്ട് വേണം. അതായത് ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിനും ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, അതേപോലെ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോഴേ എന്താ പറ്റുള്ളൂ, ടോപ്പ് മാനേജ്മെൻറ്റ് നല്ല ഇനീഷ്യേറ്റീവും വേണമെന്നാണ് പറയുന്നത് ഫസ്റ്റത്തത്. രണ്ടാമത്തെ നോക്ക്, ക്ലിയർ ആൻഡ് റിയലിസ്റ്റിക് ഗോൾസ്. നമുക്കിപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ബഡ്ജറ്റിങ്ങിന് എപ്പോഴും എന്ത് വേണമെന്നാണ് പറയുന്നത്? ഇംപ്ലിമെൻ്റ് ചെയ്ത് ക്ലിയർ ആയിരിക്കണം, അതേപോലെ റിയലിസ്റ്റിക്കും ആയിരിക്കണം ഗോൾ. ദേ ഷുഡ് ബി റീസൺലി അറ്റൈനബിൾ ഓൾസോ. അപ്പോൾ നമുക്ക് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത അത്രയും ഒബ്ജക്റ്റീവ് കൊണ്ട് വെച്ചിട്ട് നമുക്കത് ഒരിക്കലും നടക്കില്ല. അപ്പോൾ നമുക്കറിയാം ഏകദേശം നമുക്ക് ഇത്ര യൂണിറ്റേ നമുക്ക് ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിലും കൂടുതലൊരു അച്ചീവ് വെച്ചിട്ട് നമുക്കറിയാം, നമുക്ക് ഓൾറെഡി അറിയാം ഇത്രയും വർഷങ്ങളായി നമ്മളെ ബിസിനസ്സിൽ നമ്മൾ ഇത്ര യൂണിറ്റ് മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, യൂണിറ്റ്സ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു രീതിയിൽ വേണം നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. അപ്പം നമ്മൾ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ബഡ്ജറ്റിങ് എന്തായിരിക്കണം? എപ്പോഴും റിയലും അതേപോലെ തന്നെ ക്ലിയറും റിയലിസ്റ്റിക്കും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി തേർഡ് പറയുന്നത് അഡ്വക്കേറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് അക്കൗണ്ടിങ് സിസ്റ്റം ഷുഡ് പ്രൊവൈഡ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ ഇൻ ടൈം. അതായത് നമുക്ക് ഇൻ ടൈമിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടണം. അതായത് പാസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമുക്ക് അറിയില്ല, ഇൻ ടൈം പ്രോപ്പർ ടൈമിലായിരിക്കണം നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോർത്ത് പറയുന്നത് മിനിമം കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആണ്. ദ സിസ്റ്റം ഷുഡ് നോട്ട് കോസ്റ്റ് മോർ ദാൻ ഇറ്റ്സ് വർത്ത്. അതായത് നമ്മൾ എത്രയാണോ നമ്മൾ സിസ്റ്റം നമുക്കറിയാം, അപ്പോൾ അതിനേക്കാളും കൂടുതൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. പിന്നെ ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ ഷുഡ് ബി ഓൾവേസ് ബി മാക്സിമം ഓഫ് പ്രോഫിറ്റ്. എപ്പോഴും എന്തായിരിക്കണം? കോസ്റ്റ് കുറച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളതായിരിക്കണം ഓർഗനൈസേഷൻ തന്നെ നമ്മളെ ഒബ്ജക്റ്റീവ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 1 lakh പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ 1,20,000 കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല, നമുക്കത് നഷ്ടമാണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഒരിക്കലും നമ്മൾ ഇൻകത്തിനേക്കാളും കൂടുതലാവരുത്. നമുക്കെപ്പോഴും പ്രോഫിറ്റ് കൂടുതൽ കിട്ടണം എന്നുള്ളൊരു എയിം ആയിരിക്കണം നമ്മൾ മുന്നിലുണ്ടാകുന്നത്. അപ്പോൾ കോസ്റ്റ് മാക്സിമം കുറയ്ക്കുകയാണ് വേണ്ടത്. പിന്നെ ഫിഫ്ത്ത് പറയുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ് പറയുന്നത്. എംപ്ലോയീസ് ഷുഡ് ബി given continuous budget education and orientation. For the successful budgeting, there should be a free communication throughout the organization in order to make them actively interested in ബഡ്ജറ്ററി കൺട്രോൾ പ്രോഗ്രാം. അതായത് നമ്മൾ എംപ്ലോയീസിന് എന്ത് വേണം? കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം. നമ്മൾ സക്സസ്ഫുൾ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് എപ്പോഴും എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ എല്ലാവരുമായിട്ട് ആക്റ്റീവായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ നമ്മൾ ബഡ്ജറ്റിംഗ് പ്രോഗ്രാം കൺട്രോൾ ചെയ്യാനും മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. കാരണം എന്താ? നമുക്ക് ഇത്രയും കോസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യുക? അത് നമ്മളെല്ലാവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാലേ നമുക്കതൊരു നല്ല രീതിയിൽ മുന്നോട്ട് നമ്മൾ ഇത് പോകുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ടൈംലി റിപ്പോർട്ടിംഗ്. അതായത് സക്സസ്ഫുൾ ആൻഡ് സൗണ്ട് ബഡ്ജറ്ററി കൺട്രോൾ റിക്വയർസ് എ ടൈംലി ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ്. ദിസ് ഇനാബിൾസ് മാനേജ്മെൻറ്റ് ടു ടേക്ക് റെമഡിയൽ മെഷേഴ്സ് ഇൻ ടൈം. അതായത് കറക്റ്റ് ടൈമായിട്ടുള്ള റിപ്പോർട്ടിംഗ് വേണം, ടൈംലി റിപ്പോർട്ടിംഗ് വേണം. എന്നാലേ അപ്പോൾ ഉണ്ടാകുന്ന ഡീവിയേഷൻ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെച്ച കോസ്റ്റ് 10,000 ആണ്, പക്ഷെ നമുക്ക് എന്ത് വന്നിട്ട് ഒരു 12,000 കോസ്റ്റ് വന്ന്. അപ്പോൾ ആ 2,000 നമുക്ക് 12,000 കോസ്റ്റ് വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താ? 2,000 അല്ലേ? അപ്പോൾ ആ 2,000 ഇൻക്രീസ് ആയ കാരണം നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാലേ അത് മാനേജ്മെൻറ്റ് അപ്പം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനും അത് ഈ നെക്സ്റ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് വരാതെ നിൽക്കാനും നമുക്ക് പറ്റുള്ളൂ. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി ആണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ബഡ്ജറ്റ് കൺട്രോൾ ഷുഡ് ബി കെപ്റ്റ് ഫ്ലെക്സിബിൾ. ഇറ്റ് ഈസ് ഡൺ ത്രൂ കണ്ടിന്യൂസ് റിവ്യൂ ആൻഡ് റിവിഷൻ ഓഫ് ലൈഫ് ചേഞ്ച്ഡ് സർക്കംസ്റ്റാൻസസ്. നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക. അതെന്താ? അത് മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഫിക്സ് ചെയ്ത ബഡ്ജറ്റ് പിന്നെ മാറ്റാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത്. അതെന്താണ്? നമ്മളെ മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ച് ആവുന്ന അനുസരിച്ചിട്ട് ആ ബഡ്ജറ്റിനും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വേണം? റിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് ഫ്ലെക്സിബിലിറ്റിയിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് സൗണ്ട് ഓർഗനൈസേഷൻ.
A sound organization is needed for successful budgetary control. The authority and responsibility of each manager should be clearly fixed. അതായത് ഒരു സൗണ്ട് ആയിട്ടുള്ള എന്ത് വേണം, ഒരു ഓർഗനൈസേഷൻ വേണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ബഡ്ജറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എ ബഡ്ജറ്റ് കമ്മിറ്റി മേ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അതിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് കമ്മിറ്റി വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഒരു ബഡ്ജറ്ററി കൺട്രോൾ നല്ല രീതിയിൽ നമുക്ക് ആക്കണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആയിട്ട് ഫിക്സ് ചെയ്യണം. അതനുസരിച്ച് ഓരോ മാനേജേഴ്സിനും ഓരോ റെസ്പോൺസിബിലിറ്റി അതോറിറ്റി ഉണ്ടാവും. അതനുസരിച്ചിട്ട് അവർ ആ ഡ്യൂട്ടീസൊക്കെ ചെയ്യും. അപ്പം ഈ 8 എസെൻഷ്യൽസ് ആണ് മെയിനായിട്ട് ബഡ്ജറ്ററി കൺട്രോളിന് വേണ്ടത്. ഫസ്റ്റ്, സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, ക്ലിയർ ആൻഡ് റിയലിസ്റ്റിക് ഗോൾസ്. തേർഡ്, അഡ്വക്കേറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ഫോർത്ത്, മിനിമം കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. ഫിഫ്ത്ത്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. സിക്സ്ത്ത്, ടൈംലി റിപ്പോർട്ടിംഗ്. സെവൻത്ത്, ഫ്ലെക്സിബിലിറ്റി. എയ്റ്റ്, സൗണ്ട് ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വേണ്ട എസെൻഷ്യൽസ്.